ആശുപത്രിയിലെ രോഗികൾക്കായി നടത്തുന്ന അന്നദാനം. നൂറുകണക്കിന് സേവാഭാരതി പ്രവർത്തകരുടെ ശ്രമഫലമായി കേരളത്തിലെ 5 മെഡിക്കൽ കോളേജുകളിലും 4 ജില്ലാ ആശുപത്രികളിലും 14 താലൂക്ക് ആശുപത്രികളിലും കൂടി പ്രതിദിനം 7000 പേർക്ക് അന്നദാനം നടത്തുന്നു. സമാജസ്നേഹികളുടെ പിന്തുണയും സഹകരണവും ഈ സംരംഭങ്ങൾക്ക് നിർലോഭം ലഭിക്കുന്നു. സഞ്ജീവനി ട്രസ്റ്റിൻ്റെ ഈ കഞ്ഞി കൊടുക്കുന്ന ഭക്ഷണരോഗ രീതി മെഡിക്കൽ കോളേജിൽ നിന്നല്ല, ഇവിടെ വരുന്ന ഓരോ രോഗികൾക്കും മനുഷ്യർക്കും ഒരു പുതുമയായിട്ടുള്ളൊരു സംഭവമാണിത്. പിന്നെ ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാ കാലത്തും ഇത് തുടർന്നു പോകണം എന്നാണ് ഇവിടെയുള്ള രോഗിയുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും ഞങ്ങളുടെയും അതുതന്നെയാണ്. പല വിശേഷങ്ങൾ ഒരു ഓണം വരുമ്പോൾ പാവപ്പെട്ട രോഗികൾക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അവർക്ക് വേണ്ടിയിട്ടും വിശേഷം അവരെ ഒരു മുടക്കം വരുത്താതെ അവരെ മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് സഞ്ജീവനി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ എല്ലാവർക്കും തൃപ്തിയാണ്. ഞങ്ങളെന്നല്ല, എല്ലാ ജനങ്ങളും ഒരു മാതൃകയാണിത്. കാശ് കഴിഞ്ഞതിന് ശേഷം ഇല്ല എന്ന് പറഞ്ഞ കഞ്ഞി ഇല്ല എന്ന് പറഞ്ഞിട്ട് കൂടി ഒരു വണ്ടി എടുത്ത് തിരിച്ചു പോയിട്ട് വണ്ടി കൊണ്ടുവന്ന് അവർ കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ്റെ വരുന്ന രോഗികൾ മനസ്സൊരിക്കലും മടുത്തുകൊണ്ടുള്ള പരിപാടി ഇവർ ചെയ്തിട്ടില്ല. തമിഴ്നാട്ടിലുള്ളൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ ആപ്ലിക്കേഷൻ വാങ്ങാൻ പോയപ്പോൾ ധാരാളം ആൾക്കാരുണ്ട്, ധാരാളം മലയാളികളുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ നിന്ന് ഒരു 70-75 വയസ്സുള്ള ഒരു തമിഴമ്മ ഓടി വന്ന് എൻ്റെ കാലെ വിട്ട് തൊഴുകയൊക്കെ ചെയ്തു. എന്നെ തെരിയുമാന്ന് ചോദിച്ചു. എനിക്കറിയില്ലായിരുന്നു അവരാരായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എൻ്റെ മരുമകളെ ഇവിടെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ 3 മാസവും നിങ്ങൾ ആഹാരം തന്നത്. വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്ന മഹത്തായ ഈ ദാനകർമ്മം വാസ്തവത്തിൽ അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളെയും സ്പർശിക്കുന്ന സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഏറെ മുന്നോട്ട് പോകുവാനുണ്ട്. നമ്മളാലാകുന്ന സഹായം ചെയ്ത് നമുക്കും ഇതിൽ പങ്കാളികളാകാം.